നമ്മുടെ എല്ലാ വീടുകളിലും ചോറ് കുറച്ച് ബാക്കിയുണ്ടാവും. ഒന്നെങ്കിൽ തിളപ്പിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ കളയും. അങ്ങനെ കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. കുറച്ച് ജീരകം, ചില്ലി ഫ്ലേക്സ്, കുറച്ച് കായപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ മുറുക്കിൻ്റെ അച്ചിടുക. അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെയിലത്തൊരു തുണി വിരിച്ച് അതിൽ ഉണക്കാനിടുക. നല്ലപോലെ ഉണക്കിയെടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലിട്ട് വറുത്ത് കോരുക. നല്ല സ്വാദുള്ള 4 മണി പലഹാരം റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ എല്ലാ വീടുകളിലും ചോറ് കുറച്ച് ബാക്കിയുണ്ടാവും. ഒന്നെങ്കിൽ തിളപ്പിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ കളയും. അങ്ങനെ കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. കുറച്ച് ജീരകം,